ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 28-ാം തീയതി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അതുകൊണ്ട് തന്നെ ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യാപുസ്തകം 24-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുന്നത് ദാൻ ഗോത്രം എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓരോ കുടുംബത്തിനും അതിൻ്റേതായ ശക്തിയും ബലഹീനതയും ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ചില കുടുംബങ്ങൾ ധാർമ്മികമായും ആത്മീയമായും വളരെ ശക്തരാണ്. തലമുറകളായിട്ട് അവരെ സംബന്ധിച്ച് ഒരു ധാർമ്മിക പ്രോബ്ലം, ഒരു മോറൽ പ്രോബ്ലം ആർക്കും പറയാനായിട്ട് സാധ്യമല്ല. അവരുടെ സന്തതി പരമ്പരകൾ പൊതുവെ അനുഗ്രഹീതരാണ്. എന്നാൽ മറ്റു ചില കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്വതസിദ്ധമായ അന്തർലീന ബലഹീനതകളുണ്ട്. അവരുടെ എല്ലാ തലമുറകളിലും ലൈംഗിക പാപങ്ങൾ, അതുപോലെ മറ്റ് ധാർമ്മിക പാപങ്ങൾ ചെയ്തതായിരിക്കുന്ന ആളുകളുണ്ട്. അവരെ ബലഹീനരായിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ശക്തരെന്ന് പറയാനായിട്ട് സാധ്യമല്ല. ഇസ്രായേൽ 12 ഗോത്രങ്ങളാണുള്ളത് നമുക്കറിയാമല്ലോ. അതിൽ ദാൻ ഗോത്രത്തിന് അന്തർലീനമായൊരു ബലഹീനത ഉണ്ടായിരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. അന്യദേവാരാധന എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന ബലഹീനത. വിഗ്രഹാരാധനയിൽ അവരാണ് മുൻപിൽ നിന്നത്. യാക്കോബ് നൽകിയ അനുഗ്രഹങ്ങളിൽ പേട്രിയാർക്കൽ ബ്ലെസ്സിങ്സിൽ, അതായത് ഇസ്രായേൽ 12 ഗോത്രങ്ങളെയും 12 മക്കളെയും വിളിച്ച് യാക്കോബ് താൻ മരിക്കുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ ദാൻ ഗോത്രത്തിന് അവിടെ പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ ഒരു അനുഗ്രഹം എന്ന് കണക്കാക്കണോ അതോ ഒരു ശാപമെന്ന് കണക്കാക്കണോ എന്ന് ചിന്തിക്കാറുണ്ട്. യാക്കോബ് പറഞ്ഞത് കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കുതികാൽ കടിക്കുന്ന സർപ്പമാണ് ദാൻ എന്നാണ്. കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കുതികാൽ കടിക്കുന്ന സർപ്പമാണ് ദാൻ എന്നാണ്. അത് പറഞ്ഞിട്ട് പറഞ്ഞു, യഹോവേ ഞാൻ നിൻ്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കിയാൽ ഈ ദാൻ ഗോത്രം എന്ന് പറയുന്ന ഗോത്രം വിഗ്രഹാരാധനയ്ക്ക് തിരിഞ്ഞ ഏക ഗോത്രമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മീഖാവ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലെ ഗ്രഹബിംബവും കൊത്തുപണിയും ഏഫോദും അവർ ബലമായി എടുത്തുകൊണ്ട് പോവുകയും ഒരു ലേവ്യ ഗോത്രക്കാരനെ പുരോഹിതനായി നിയമിക്കുകയും ചെയ്തു. അത് ഈ ദാൻ ഗോത്രക്കാരാണ്. ദാൻ ഗോത്രക്കാർക്ക് അവർക്ക് അവകാശം കിട്ടാഞ്ഞിട്ട് അവകാശം പ്രാപിക്കാനായിട്ട് പോകുമ്പോൾ അവർ മീഖാവ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആളിൻ്റെ വീട്ടിൽ കയറി അവിടെ ഗ്രഹബിംബം എടുത്തു. അവിടെ ഒരു പുരോഹിതനായി ഉണ്ടായിരുന്ന ഒരു ലേവ്യനെ അവരെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഒരു ഗോത്രമാണ്. ആ ലേവ്യക്കാരന് തന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എടാ ഒരു കുടുംബത്തിന് പുരോഹിതനായിരിക്കുന്നതാണോ അതോ ഒരു ഗോത്രത്തിന് മുഴുവൻ പുരോഹിതനായിരിക്കുന്നതാണോ നല്ലത്? എന്നിട്ട് ആ ഗോത്രം എന്താ ചെയ്തത്? ഈ എടുത്തുകൊണ്ട് പോയതായിരിക്കുന്ന ഈ ബിംബത്തെ വെച്ച് പൂജിപ്പിക്കുകയാണ് ചെയ്തത്. അതിനും ആ പൂജയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്നറിയോ? മോശയുടെ മകനായ ഗർശോമിൻ്റെ മകനായ യോനാഥാൻ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാരുടെ പുരോഹിതനായി വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് വായിക്കുന്നത്. കഷ്ടമാണ്. മോശയുടെ കൊച്ചുമകൻ വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ദാൻ ഗോത്രക്കാരെന്നും അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് മുന്നിൽ നിന്നവരാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 12 ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ദാൻ ഗോത്രം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അവരെ ഒഴിവാക്കേണ്ട കാരണമെന്നറിയില്ല. അവസാനമായിട്ടൊരു പക്ഷേ ദാൻ ഗോത്രത്തെ 12 ഗോത്രങ്ങളെന്ന് പറഞ്ഞിടത്ത് 12 ഗോത്രങ്ങളുടെ പേരെടുത്ത് ദാൻ ഗോത്രത്തിൻ്റെ പേര് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ഇവരെ ഒഴിവാക്കാൻ കാരണം എന്താണ്? പലരും ചിന്തിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ വിഗ്രഹാരാധനയോട് അവർ ചേർന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാമെന്നാണ്. നമുക്കറിയില്ല, അതൊന്നും നമുക്ക് അറിയാവുന്ന കാര്യമല്ല. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ നമുക്ക് വിഷയമെന്ന് പറഞ്ഞാൽ യഹോവയുടെ നാമത്തെ ദുഷിച്ച് ശപിച്ച ഒരു ദാൻ ഗോത്രക്കാരൻ്റെ മകന് അവനെ അങ്ങനെ ഒരു കാര്യം ചെയ്തു. അവൻ്റെ അമ്മയെപ്പറ്റി പറയുന്ന അവൾ ദാൻ ഗോത്രക്കാരിയായിരുന്നു എന്നാണ്. ലേവ്യാപുസ്തകം 24-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങൾ. ദാൻ ഗോത്രത്തിൻ്റെ ബലഹീനത ഒരുപക്ഷെ അവനുണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ. തറവാട് ഗുണമെന്ന് പറയാറുണ്ടല്ലോ. അവന് കിട്ടിയ തറവാട് ഗുണം ഈ വിഗ്രഹാരാധനയാണ്. എന്നിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടി അവനെ ജയിലിലിട്ടു. ദൈവം പറഞ്ഞു അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ കല്ലെറിഞ്ഞ് കൊന്നു. ദാൻ ഗോത്രത്തിന് അങ്ങനെ ഒരു ബലഹീനത ഉണ്ടായിരുന്നു എന്നാണ് പിൽക്കാല ചരിത്രം സൂചിപ്പിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ ഞാൻ ഡോഗ്മാറ്റിക്കായിട്ട് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ഒരുമ്പെടുന്നില്ല. കാരണം ചരിത്രരേഖകളൊന്നും അത്രയും എൻ്റെ മുൻപിലില്ല. എങ്കിലും സൂചനകൾ അങ്ങനെ തന്നെയാണ്. എന്താണത് കാണിക്കുന്നത്? നമ്മുടെ വ്യക്തിത്വത്തിൽ അടിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ചില ബലഹീനതകളുണ്ട്. ചില വംശീയ ബലഹീനതകളെന്ന് ഞാൻ പറയട്ടെ. ആ വംശീയ ബലഹീനതകൾ നമ്മെ പാപം ചെയ്യിക്കാനിടയാക്കരുത്. പലർക്കും അങ്ങനെയാണ്. ചില വംശീയ ബലഹീനത, ദ്രവ്യാഗ്രഹം വംശീയമായിട്ടുള്ള ചില ആളുകളുണ്ട്. യഹൂദന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ ദ്രവ്യാഗ്രഹം കൂടുതലുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ഒരു വംശീയ ബലഹീനതയാണ്. അങ്ങനെയാണെങ്കിൽ യഹൂദനുള്ള വംശീയ ബലഹീനതയാണ്.
വേറെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈംഗിക ബലഹീനതകളുള്ള ആളുകളുണ്ട്. അത് ഗൗരവമായൊരു ബലഹീനതയാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് വ്യാജ ആരാധനയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അധികാരഭ്രമമുള്ള ചില കുടുംബങ്ങൾ തന്നെയുണ്ട്, അധികാരഭ്രമമുള്ളവർ. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ അവരുടെ ഈ ബലഹീനമായിരിക്കുന്ന വശങ്ങളിൽ അവർക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അതവരെ നശിപ്പിച്ച് കളയും. ദാൻ ഗോത്രക്കാരൻ എന്താണ്? അവനെ ശപിച്ചു. യഹോവയെ ശപിക്കാൻ അവർക്ക് യാതൊരു വിഷമം ഉണ്ടായിരുന്നതാണ്. യഹോവയെ ശപിക്കാനായിട്ട് വിഷമമുണ്ടായില്ല. എങ്ങനെ അത് ചെയ്യും? സത്യദൈവത്തെ ശപിക്കാൻ അവന് എന്തുകൊണ്ട് വിഷമമുണ്ടായില്ല? അതാണ് ദൈവഭയം ഇല്ലാത്ത ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലേവ്യാപുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്. അനന്തരം ഒരു ഇസ്രായേല്യ സ്ത്രീയുടെയും ഒരു മിസ്രൈമിൻ്റെയും മകനായ ഒരുത്തൻ ഇസ്രായേൽ മക്കൾ മധ്യേ പുറപ്പെട്ടു. ഇസ്രായേല്യ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രായേലിനും തമ്മിൽ പാളയത്തിൽ വെച്ച് ശണ്ടയിട്ടു. ഇസ്രായേല്യ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു എന്നാണ്. തിരുനാമം ദുഷിച്ച് ശപിച്ചു. ദൈവത്തിൻ്റെ നാമം ദുഷിച്ച് ശപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ, അതും മിസ്രൈമിൽ നിന്നും അവർ പോകുന്നത് മുതൽ മിസ്രൈമിൽ വെച്ച് തന്നെ അവർ കണ്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ അതിശയപ്രവർത്തികൾ, ചെങ്കടൽ വിഭാഗിച്ചത്, കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുത്തത്, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചത്, അവർ കാടകളെ കൊണ്ട് പാളയം നിറച്ചത്, ഇങ്ങനെ ദൈവം അവർക്ക് ചെയ്തതായിരിക്കുന്ന ഓരോരോ അതിശയങ്ങൾ കണ്ടതായിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ആ ദൈവത്തെ തിരുനാമം ദുഷിച്ച് ശപിക്കുവാനായിട്ട് കഴിയും? അവരുടെ ഒരു സിസ്റ്റമിക് ബലഹീനതയായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കുടുംബജീവിതങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്താണ് നമ്മുടെ കുടുംബജീവിതത്തിലെ സിസ്റ്റമിക് ബലഹീനത? ദ്രവ്യാഗ്രഹമാണോ? ലൈംഗിക പാപങ്ങളാണോ? അധികാരഭ്രമമാണോ? ചിലർക്ക് നിരാശയാണ്, ഡിപ്രഷനാണ്. ചെറിയ പ്രശ്നങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നതായിരിക്കുന്ന ശീലമാണോ? എന്താണ്? ചില കുടുംബങ്ങളിൽ ആത്മഹത്യയ്ക്കുള്ള ടെൻഡൻസി വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഡിപ്രഷൻ കൊണ്ടൊക്കെ ആയിരിക്കും. കുടുംബത്തിൽ തന്നെ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വല്ല മുൻകോപികളാണ്. എന്തിനും ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലാണ് അവർ. അങ്ങനെ തല്ല് കൊടുത്തും തല്ല് വാങ്ങിയുമുള്ള ഒരുപാട് ചരിത്രങ്ങൾ അവർക്കുണ്ട്. ഇങ്ങനെയുള്ള കുടുംബ ബലഹീനതകൾ നമ്മളെ നശിപ്പിച്ച് കളയരുത്. നാം അതിനെ കീഴ്പ്പെടുത്തണം. കയ്യിനോട് ദൈവം പറഞ്ഞതുപോലെ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നമ്മുടെ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ബലഹീനതകൾ, ഈ ധാന്യസ്ത്രീയുടെ മകൻ അത് ചെയ്തില്ല, അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊന്നു. ദൈവത്തിൻ്റെ ശിക്ഷാക്രമങ്ങൾ വളരെ മോഡൽ ശിക്ഷയാണ്. ദൈവത്തെ ദുഷിക്കുന്നവന് മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇന്നും ദൈവത്തെ ദുഷിക്കുന്നവരുണ്ട്, ദൈവത്തെ അപമാനിക്കുന്നവരുണ്ട്, ദൈവജനത്തിന് ശാപം വരുത്തി വെക്കുന്നവരുണ്ട്. അവരോടൊക്കെ നാം അങ്ങനെ കനിവോടുകൂടെ ഇടപെടേണ്ട ആവശ്യമില്ല. പാപത്തെ പാപമായി തന്നെ കണ്ട്, ഗൗരവമായി തന്നെ കണ്ട് അതിനർഹിക്കുന്നതായിരിക്കുന്ന ശിക്ഷകൾ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ജീവിക്കുവാൻ, പാപത്തോടെ കഠിനമായിരിക്കുന്നൊരു മനോഭാവം തന്നെ പുലർത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.